ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ഇതിപ്പം ഒരു നോർമൽ സൈസ് ബ്രെഡാണ്. സാൻഡ്വിച്ച് ബ്രെഡാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമുക്ക് റെസിപ്പി ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കത്തിയോട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു പോർഷൻ കളയണ്ട കേട്ടോ, നമുക്ക് ഇത് രണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ എല്ലാ ബ്രെഡ് സ്ലൈസസും ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കട്ടർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കത്തിയോട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. ഞാനിപ്പം 2 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3-4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സിന്നമൺ പൗഡർ ഇല്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിന് വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവും, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഇതാ പഞ്ചസാര മെൽട്ടാവുന്നത് വരെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് പാലാണ് കേട്ടോ. 1/4 കപ്പ് ഫുള്ളായിട്ട് വേണ്ട, 1/4 കപ്പിനേക്കാളും കുറച്ചിട്ട് എടുത്താൽ മതി. എന്നിട്ടിതാ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പാലും മുട്ടയും നല്ലോണം കമ്പൈനായിട്ട് വരണമെന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുപഴമാണ് കേട്ടോ. ചെറുപഴം ഇല്ലെങ്കിൽ നേന്ത്രപ്പഴം എടുക്കുക, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവൽ ചെറുപഴമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 2 ചെറുപഴമാണ് എടുത്തിട്ടില്ലേ. അപ്പോൾ ഇതാ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നേന്ത്രപ്പഴം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പീസും കൂടി ആക്കണം കേട്ടോ. നേരെ പകുതിയാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ 2 ചെറുപഴം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഒരു പാനിലോട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡില്ലേ, അതിൻ്റെ ആ ഒരു ഔട്ടർ ഭാഗമില്ലേ, അത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ആ ഒരു മുട്ടൻ്റെയും പാലിൻ്റെയും മിക്സ് ഒഴിക്കുമ്പം പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറുപഴമില്ലേ, അതിങ്ങനെ അതിലേക്ക് ഫില്ലാകുന്നത് വരെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്താ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. അപ്പം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പീസാക്കിയിട്ട് സൈഡിലെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫില്ലാകുന്നത് വരെ ഓരോന്ന് വെച്ചിട്ട് ഫില്ലാക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ടയുടെയും പാലിൻ്റെയും മിക്സില്ലേ, അതിതാ ഇതുപോലെ കുറച്ച് കവിഞ്ഞൊഴുകാത്ത വിധത്തിൽ ആ ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ അകത്തേക്ക് ഫില്ലാകുന്നത് വരെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടിതാ ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ ഇന്ന പോർഷനില്ലേ, അത് അതിൻ്റെ അകത്ത് തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ ഒഴിച്ച ആ ഒരു മുട്ടയുടെ മിക്സ് നല്ലോണം ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ പീസ് അവിടെ തന്നെ ഫിറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അത് അവിടെ തന്നെ ഫിറ്റാക്കി കൊടുക്കുക.
എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീയോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് അടിഭാഗം നല്ലോണം ടോസ്റ്റായിട്ടൊക്കെ വരും. അപ്പോൾ ഇതാ ഈ ഭാഗത്ത് നല്ലോണം ഒന്ന് കളറൊക്കെ മാറി വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗത്തും ഓയിലും ഗീയും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് ഭാഗത്തും നല്ലോണം കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോന്നും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കണം. എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കാണാനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പഴവും ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, അങ്ങനെ മോശമായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഷുഗർ പൗഡറെല്ലാം കുറച്ച് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.